ഫലം തരുന്ന ജീവജാലങ്ങളെ, വൃക്ഷലതാദികളെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ചിലത് വളരെ വേഗത്തിലാണ് നൽകുന്നത്, മറ്റുള്ളവയാണെങ്കിൽ സാവകാശത്തിലും. ഒരു ഫലവും തരാത്തവയുമുണ്ട്. തെങ്ങും തൈയും വാഴത്തൈയും എന്ന കഥയിലെ ആ മനുഷ്യന് അല്പം സ്ഥലമുണ്ടായിരുന്നു. ഒരു തെങ്ങും തൈയും തനിച്ചായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധ മുഴുവനും അതിന് കിട്ടിയിരുന്നു. സന്തോഷത്തോടെ ആയിരുന്നു. എന്നാൽ ഒരു ദിവസം അയാൾ എന്തു ചെയ്തു? ഒരു വാഴത്തൈ നട്ടു. സ്വാഭാവികമായി ചിന്ത ഇങ്ങോട്ട് തിരിഞ്ഞു. ഇപ്പോൾ ഇത് തെങ്ങിന്റെ ദുഃഖത്തിന് കാരണമായി. നിന്റെ മുഖം വാടേണ്ട കാര്യമുണ്ടോ? അയാൾ ചോദിച്ചു. വാഴ പെട്ടെന്ന് വളർന്നു, ഫലം വന്നു. തെങ്ങിന് കൂടുതൽ വിഷമമായി. തെങ്ങിന് കൂടുതൽ ദുഃഖമായി, ഫലം നൽകാൻ കഴിയാത്തതിൽ. ആ കുഞ്ഞായിരിക്കുന്ന തെങ്ങിന് ഇപ്പോൾ അറിയില്ല അത് കൂടുതൽ വളർന്ന് കൂടുതൽ ഫലം നൽകാൻ പോവുകയാണെന്ന്. ഇതായിരുന്നു അതിൻ്റെ ദുഃഖത്തിന് കാരണം. ചില ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. വാഴ വെട്ടിമാറ്റി. അപ്പോൾ ഫലം പെട്ടെന്ന് നൽകാത്തതിൽ ആശ്വാസമായി തെങ്ങിന്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നീ കൂടുതൽ സന്തോഷിക്കുകയൊന്നും വേണ്ട. കാര്യമറിയാതെ കൂടുതൽ സന്തോഷിച്ചാൽ ചിലപ്പോൾ ദുഃഖമായിരിക്കും ഫലം. താമസിക്കുന്നതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. പരിശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്നതും നാം ആണെങ്കിലും ഫലം നമ്മുടെ കൈകളിൽ അല്ല. പരിശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്നതും നാം ആണെങ്കിലും ഫലം നമ്മുടെ കൈകളിലാണോ? ചിലതിന് കൂടുതൽ കാത്തിരിക്കേണ്ടി വരും, ചിലത് പെട്ടെന്ന് ഫലം നൽകും. താമസിച്ചു ഫലം തരുന്ന ചിലത് കൂടുതൽ ഫലം നൽകി താമസിച്ചു പോകുന്നു. ഫലം തരുന്ന എല്ലാവരും പോകും. ഫലം നൽകിയിട്ട് പോകാനാണ് എല്ലാം ഇവിടെ ആയിരിക്കുന്നത്. നല്ല ഫലം നൽകി പോകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉന്നതമായ അനുഭവം. ഇവിടെ അമിത ദുഃഖത്തിനോ അധികം സന്തോഷത്തിനോ വകയുണ്ടോ? മറ്റുള്ളവയുടെ വളർച്ചയും ഫലവും കണ്ട് ഇവിടെ ദുഃഖിച്ചാൽ, അല്ലെങ്കിൽ അവയുടെ പോക്കു കണ്ട് സന്തോഷിച്ചാൽ എന്താ ഫലം?